ട്രോൾ ഉണ്ടാക്കുന്നവര് തനിക്ക് പുച്ഛം മാത്രമാണെന്ന് നടി മല്ലിക സുകുമാരൻ. അവരോട് താൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് അറിയില്ല. പണിയൊന്നും ഇല്ലാത്തവരാണ് ട്രോളർ ആകുന്നത്. തന്നെ ട്രോളി അവർ വരുമാനം ഉണ്ടാക്കുകയാണ് ചിലർ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിനെയൊക്കെ ഒരു ചാരിറ്റിയായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് മല്ലിക പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. മല്ലികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "അങ്ങനെ ആരോടും വിരോധമില്ല. പിന്നെ ട്രോളുന്നവർ ഉണ്ടാകുന്നുവല്ലോ. അവരോട് എനിക്ക് പുച്ഛം മാത്രമാണ്. അവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗമൊന്നുമില്ലല്ലോ. ഞാൻ എന്താണ് ഇവരോടൊക്കെ ചെയ്ത തെറ്റ്? എന്തായാലും അവർക്ക് വരുമാനം ആണല്ലോ. ആ, ഞാനൊരു ചാരിറ്റി ചെയ്യുന്നു. അവർ പണം എടുത്തോണ്ട് പോട്ടെ." ആളുകൾ പലതും എഴുതി പിടിപ്പിക്കുകയാണ്. എന്തിനാണെന്ന് മനസ്സിലാകുന്നതേയില്ല. എല്ലാത്തിനും കൂട്ടിച്ചേർത്ത് അവർക്ക് കിട്ടിക്കോളും. ഷൈൻ ടോമിന്റെ കാര്യത്തിൽ ആ കുട്ടിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് അച്ഛൻ മരിച്ചപ്പോൾ എന്തൊക്കെയോ ചിലർ ഇവിടെ പറഞ്ഞത്. ആർക്കാണ് തെറ്റ് പറ്റാത്തത്? പെണ്ണിന് തെറ്റ് പറ്റുമല്ലോ, ആണിനും പറ്റുന്നുണ്ട്. ട്രോളർമാർക്കും പറ്റും. ഷൈനിന്റെ അമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഇതിനൊക്കെ എളുപ്പം മറികടക്കാൻ കഴിയില്ല. അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണെന്ന് മല്ലിക പറഞ്ഞു. "ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനില്ലാതെ വളർത്തിയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് നല്ലത് തീർച്ചയായും പ്രാർത്ഥിക്കും." സങ്കടം വരുമ്പോൾ സുകുവേട്ടനെ ഓർമ്മ വരുന്നത്. അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്ക് ഈ വിഷമമൊന്നും വരില്ലല്ലോ ഈശ്വരാ എന്ന് തോന്നും. സുകുവേട്ടൻ്റെ സ്വഭാവം ആരെടാ എന്ന് ചോദിക്കുന്നവരാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലതും അറിയണമായിരുന്നു എന്ന് വിങ്ങൽ വരും. പിന്നെ മക്കൾ രണ്ടുപേരും ബലവാന്മാർ ഉണ്ടല്ലോ. സുകുവേട്ടൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് വലിയ സങ്കടമായി. അത് മമ്മൂട്ടി മാത്രമേ അറിയാത്തതുള്ളൂ. മമ്മൂട്ടിയും സുകുവേട്ടനും നല്ല കൂട്ടായിരുന്നു. എന്നെ വിളിച്ച് സുകുവേട്ടൻ പറഞ്ഞു, എന്നെ മാറ്റി നിർത്തുകയും അകറ്റി നിർത്തുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി എന്നോട് അങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. മമ്മൂട്ടിയുടെ ചെറിയ സപ്പോർട്ടുണ്ടായിരുന്നു. ലാൽ ആ സമയം ചെറുതാണ്. ലാലുമായി ഒരു ഡിസ്കഷനും ഉണ്ടായില്ല. മമ്മൂട്ടി നമ്മളെ മനസ്സിലാക്കും. അക്കാര്യത്തിൽ മമ്മൂട്ടിയുടെ മനസ്സ് നല്ലതാ. ലാലുമാനുമായി ഇങ്ങോട്ട് വന്ന് എന്ന് പറയാൻ അടുപ്പമുണ്ട്. പക്ഷേ ഭയങ്കര സംഭവമൊന്നും ചർച്ച ചെയ്യാനുള്ള ഒരു വശമില്ല. അത്ര കൊച്ചുകുട്ടിയായിരുന്നു ലാൽ. മമ്മൂട്ടിയെ പക്ഷേ ഒരു ബഹുമാനത്തോടാണ് കണ്ടിരുന്നത്. എന്തിനാ ഇവരൊക്കെ അകറ്റിയെന്ന് ചോദിക്കുമ്പോൾ സുകുവേട്ടൻ പറ്റിപ്പോയെന്ന് പറയും. മമ്മൂട്ടിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പതർച്ചയിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റണം. ആ സമയത്ത് പോയി ജോലി നോക്കാൻ പറയടാ അമ്മയില്ലേ നിനക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുതന്നെയാണ് ഇടയ്ക്ക് സംഭവിച്ചത്. ആ ആർജവം എനിക്കുണ്ട്, മല്ലിക പറഞ്ഞു.